കോട്ടയം സ്റ്റൈല് മീൻകറി എന്ന് കേട്ടിട്ടില്ലേ? അവനാണ് ഇവൻ. ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ? പതിവ് പോലെ ആദ്യം എണ്ണയിൽ തുടങ്ങാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവ, അത് പൊട്ടിക്കഴിയുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുനുകുനാന്നരിഞ്ഞ സവോള, പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില. നല്ല ഫ്രഷ് കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂട്ടി നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടികൾ മാത്രം മതി കേട്ടോ നമുക്ക്. ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണേ. വെള്ളം കൂടി പോവല്ലോ ട്ടോ. ഇതിലേക്ക് നേരത്തെ തന്നെ എടുത്തു വെച്ച കുടംപുളിയും അതിന്റെ വെള്ളവും ചേർക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പം ഇതിന്ന് കുളുകുളു കുളുകുളൂന്ന് ശബ്ദം കേൾക്കാം. അപ്പം നമുക്ക് മനസ്സിലാക്കാം മീനിടാറായെന്ന്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. പരിപാടി ഏറെക്കുറെ കഴിഞ്ഞു ട്ടാ. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തിളച്ച് മീനൊന്ന് വെന്ത് വരട്ടെ. ഒരു 10-15 മിനിറ്റ് മതിയാകൂട്ടാ. ഇനിയാണ് ഇതിന്റെ ഗുഡ് ടെൻസ്. ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ ഇവൻ ഇവിടെ ഇരുന്ന് ഒന്ന് സെറ്റാകട്ടെ. ഇനി നമുക്കൊന്ന് തുറക്കാട്ടോ. നല്ല മണമുണ്ടേ. നല്ല രുചിയും കാണും. അപ്പൊ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.